ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രോമാഗ്നറ്റിക്സിലെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. ബയോട്ട് സവാർട്ട് ലോ ആണ് ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ കൊളംബ്സ് ലോ കണ്ട പോലെ തന്നെ മാഗ്നറ്റോസ്റ്റാറ്റിക്സിലേക്ക് വരുന്ന സമയത്ത് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ബയോട്ട് സവാർട്ട് ലോ എന്ന് പറയുന്നത്. ബയോട്ട് സവാർട്ട് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ദ ഡിഫറൻഷ്യൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി DH പ്രൊഡ്യൂസ്ഡ് അറ്റ് എ പോയിന്റ് P by a differential current element IDL is proportional to the product of IDL and the sine of the angle alpha between the element and the line joining P to the element, and it's inversely proportional to the square of the distance R between P and the element. ഇതാണ് ബയോട്ട് സവാർട്ട് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സെറ്റപ്പ് ഇവിടെ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ്, ഫസ്റ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് I പാസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ലൂപ്പ് പാത്ത് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിലൂടെ കറണ്ട് I പാസ് ചെയ്യുന്ന സമയത്ത് ദർ വിൽ ബി എ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ ആ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു റെഫറൻസ് പോയിന്റ് Pയിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഉണ്ടാകുന്ന സ്മോൾ മാഗ്നറ്റിക് ഫീൽഡാണ് DH എന്ന് പറയുന്നത്. നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പഠിച്ചപ്പോൾ നമ്മൾ കണ്ട പോലെ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഈ ഡയറക്ഷനിൽ കറണ്ട് പോവുകയാണെങ്കിൽ DH എന്ന് പറയുന്നത് ഇൻവേർഡ്സ് ആണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു ക്രോസ് സിമ്പിൾ കൊടുത്തിട്ടുള്ളത്. ഔട്ട്വേർഡ്സ് ആണ് വന്നിരുന്നതെങ്കിൽ അവിടെ നമ്മളൊരു സർക്കിൾ ഇട്ടിട്ട് ഒരു ഡോട്ടാണ് കൊടുക്കുക. ഓക്കെ, സോ ദിസ് സിമ്പിൾ ഓൾസോ ഷോസ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, സോ ദിസ് ഈസ് അവർ റെഫറൻസ് പോയിന്റ്. സോ നമ്മളുടെ കറണ്ട് ഒരു സ്മോൾ സെക്ഷൻ DL എന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നു അല്ലേ. സോ ഈ ഒരു സ്മോൾ സെക്ഷൻ DL ആണ് ദിസ് വൺ, ആൻഡ് ദിസ് ഈസ് അവർ റെഫറൻസ് പോയിന്റ് P, ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് സെക്ഷൻ ആൻഡ് ദ P ഈസ് R, ആൻഡ് ദ ആംഗിൾ മേക്കിംഗ് ദിസ് ഈസ് ആൽഫ. സോ ഇത്രയും സെക്ഷനാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ അക്കോർഡിംഗ് ടു ബയോട്ട് സവാർട്ട് ലോ, DH ഇവിടെ ഉണ്ടായിട്ടുള്ള DH ഇസ് പ്രൊപ്പോർഷണൽ ടു IDL സൈൻ ആൽഫ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. സോ ഇതാണ് ബയോട്ട് സവാർട്ട് ലോ പറയുന്നത്. സോ ഇതിൽ ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഐ എം ആഡിങ് എ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് K, വേർ K ഈസ് 1/4π. ഓക്കെ, സോ ഈ കെയുടെ വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇക്വേഷൻ എങ്ങനെ മാറും? DH ഇസ് ഈക്വൽ ടു IDL സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ 4πr² എന്ന് മാറും. സോ ഇവിടെ ന്യൂമറേറ്ററിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ IDL സൈൻ ആൽഫയാണ്. സോ ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ എക്സ്പാൻഷൻ ആണ്. സോ അതുകൊണ്ട് തന്നെ വി ക്യാൻ ഓൾസോ റൈറ്റ് ലൈക്ക് ദിസ്: IDL ക്രോസ് AR is the unit vector with direction. Okay, so divided by 4πr². Okay, we can also represent the same like this. ഇവിടെ നമ്മൾ യൂണിറ്റ് വെക്ടറിന്റെ ഫോമിൽ റെപ്രസെന്റ് ചെയ്താണ്, ഇവിടെ നമ്മൾ വെക്ടറിന്റെ ഫോമിൽ റെപ്രസെന്റ് ചെയ്താണ്. സോ യൂണിറ്റ് വെക്ടറിന്റെ എക്സ്പ്രഷൻ എന്താണ്? നമ്മൾ വെക്ടർ കാൽക്കുലസ് കണ്ടപ്പോൾ കണ്ടിരുന്നു. ദാറ്റ് ഈസ് വെക്ടർ R ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് R ആണ്. സോ അതിവിടെ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ R³ വരുന്നത്. ഓക്കെ, സോ ഇതാണ് ബയോട്ട് സവാർട്ട് ലോയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണിത്. സോ ഈ ബയോട്ട് സവാർട്ട് ലോയുടെ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ, Hൻ്റെ എക്സ്പ്രഷൻ ഫോർ ഡിഫറെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ നമ്മൾ ഡിഫറെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് കണ്ടിട്ടുള്ളത് ഒന്നെന്ന് പറയുന്നത് ലൈൻ ഡിസ്ട്രിബ്യൂഷനാണ്. സോ ഇവിടെ നമ്മൾ ഒരു ലൈൻ കൺസിഡർ ചെയ്യാണ്. സോ ഈ ലൈൻ കറണ്ടിൻ്റെ കേസിൽ ദ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മളൊരു DH ആയിരുന്നു കണ്ടിരുന്നത്. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഇൻ്റഗ്രൽ ഓവർ L, ദെൻ IDL ക്രോസ് AR ഡിവൈഡഡ് ബൈ 4πr² എന്ന് വരും. അതേസമയത്ത് സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കണ്ടിട്ടുള്ള സർഫസ് കറണ്ട് ആണ്. സോ ഒരു സർഫസിൽ കറണ്ട് വരുന്ന സമയത്ത് നമ്മൾ അതിനകത്തൊരു സ്മോൾ സെക്ഷൻ DS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനാണ് കൺസിഡർ ചെയ്യുക. ഇതിൽ നമ്മൾ സ്മോൾ DL ആയിരുന്നു. സോ ഇവിടുത്തെ കേസിൽ നമുക്ക് എക്സ്പ്രഷൻ വരിക എങ്ങനെയാണ്? ഇൻ്റഗ്രൽ ഓവർ S K DS ക്രോസ് AR ഡിവൈഡഡ് ബൈ 4πr². സിമിലർലി ഇത് തേർഡ് വൺ എന്ന് പറയുന്നത് വോളിയം ആയിരിക്കും. സോ വോളിയത്തിനകത്ത് നമ്മളൊരു സ്മോൾ DV എന്ന് പറഞ്ഞ വോളിയമാണ് എടുക്കുക. സോ അതിൻ്റെ കേസിൽ Hൻ്റെ എക്സ്പ്രഷൻ വിൽ ബി ഇൻ്റഗ്രൽ ഓവർ V J DV ക്രോസ് AR ഡിവൈഡഡ് ബൈ 4πr². ഓക്കെ, സോ ആ ഒരു കറണ്ട് ഡെൻസിറ്റിയാണ് നമ്മളവിടെ
കൺസിഡർ ചെയ്യുന്നത്. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇതേ സെയിം സാധനങ്ങൾ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇ വരുന്ന സമയത്ത് എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് കണ്ട പോലെ തന്നെ മാഗ്നറ്റോസ്റ്റാറ്റിക്സിന്റെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് എച്ചിന്റെ എക്സ്പ്രഷൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.